രാജ്യത്ത് ഇതുവരെ കണ്ടെത്താതെ കിടക്കുന്ന എണ്ണയും പ്രകൃതിവാതക ശേഖരങ്ങളും കണ്ടെത്താൻ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ. പഴയ ഭൗമശാസ്ത്ര വിവരങ്ങൾ ഇന്നത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീണ്ടും പരിശോധിക്കാനാണ് തീരുമാനം. രാജ്യത്ത് ഊർജ്ജ മേഖലയിലെ സ്വയം പ്രാപ്യത വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ഇന്ത്യയ്ക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഏകദേശം 85% എണ്ണയും പുറത്തുനിന്നാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് യുദ്ധമോ സാമ്പത്തിക പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ എണ്ണവില കുത്തനെ ഉയരാറുണ്ട്. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിനും വലിയ ബാധ്യതയാകുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വന്തം രാജ്യത്തിനുള്ളിൽ കൂടുതൽ എണ്ണയും വാതകവും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിനായി പഴയ കാലത്ത് നടത്തിയ ഭൂഗർഭ പഠനങ്ങളുടെ വിവരങ്ങൾ വീണ്ടും പരിശോധിക്കും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശേഖരിച്ച ഡാറ്റകളുടെ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീണ്ടും വിലയിരുത്തുന്നത്. അന്നത്തെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാതെ പോയ ചില എണ്ണവാതക ശേഖരങ്ങൾ ഇപ്പോൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. രാജ്യത്തെ എണ്ണ പരിവേക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹൈഡ്രോ കാർബൺസ് എന്ന സാങ്കേതിക വിഭാഗമാണ്. ഈ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ പഠനങ്ങളും സർവേകളും നടക്കുക. ഇതിന്റെ ഭാഗമായി പഴയ സിസ്മിക് ഡാറ്റകൾ വീണ്ടും പരിശോധിക്കാനാണ് തീരുമാനം. അതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ 3D സിസ്മിക് സർവേകളും നടത്തും. ഇതിലൂടെ ഭൂമിക്കടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സാന്നിധ്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സിസ്മിക് സർവേ എന്ന് കേൾക്കുമ്പോൾ പലർക്കും അതെന്താണെന്ന് വ്യക്തമായിരിക്കണമെന്നില്ല. ലളിതമായി പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള ഭൂഗർഭ സ്കാനിംഗ് സംവിധാനമാണ്. ഒരു ആശുപത്രിയിൽ ശരീരത്തിനുള്ളിൽ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സ്കാൻ ചെയ്യുന്നത് പോലെ ഭൂമിക്കടിയിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടെത്താനാണ് സിസ്മിക് സർവേ ഉപയോഗിക്കുന്നത്. ഈ സർവേയിൽ ശബ്ദതരംഗങ്ങൾ ഭൂമിക്കടിയിലേക്ക് അയക്കും. അവ ഭൂമിക്കടിയിലെ വിവിധ പാളികളിൽ തട്ടി തിരിച്ചുവരും. തിരികെ വരുന്ന തരംഗങ്ങളുടെ വിവരങ്ങൾ കമ്പ്യൂട്ടറുകൾ വിശകലനം ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിക്കടിയിൽ എണ്ണയോ വാതകമോ ഉണ്ടോ എന്ന് വിദഗ്ധർ മനസ്സിലാക്കാൻ കഴിയും. എണ്ണ കമ്പനികൾ എവിടെ കുഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇത്തരം സർവേകളുടെ അടിസ്ഥാനത്തിലാണ്. മുൻപ് ഉപയോഗിച്ചിരുന്ന സംവിധാനത്തെക്കാൾ ഇന്നത്തെ സാങ്കേതിക വിദ്യ വളരെ മുന്നിലാണ്. അത്യാധുനിക കമ്പ്യൂട്ടറുകളും ഡാറ്റ പ്രോസസ്സിംഗും സംവിധാനങ്ങളും ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കും. പഴയ ഡേറ്റകൾ പുതിയ രീതിയിൽ പരിശോധിക്കുമ്പോൾ മുമ്പ് ശ്രദ്ധയിൽപ്പെടാത്ത പോയ സാധ്യതകൾ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് വലിയ സമുദ്ര പരിവേക്ഷണ പദ്ധതി സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വ്യാപിക്കുന്ന ഈ സർവേ രാജ്യത്തെ ഏറ്റവും വലിയ ഭൗമശാസ്ത്ര പഠനങ്ങളിൽ ഒന്നായിരിക്കും. പൂർണിയ മഹാനദി ബേസിൻ, കൃഷ്ണ ഗോദാവരി ബേസിൻ, കാവേരി ബേസിൻ, ആൻഡമാൻ ഈസ്റ്റ് ബേസിൻ തുടങ്ങിയ മേഖലകളാണ് പുതിയ പഠനങ്ങൾ നടത്താൻ സാധ്യത. ഈ പ്രദേശങ്ങൾ നേരത്തെ തന്നെ എണ്ണവാതക സാധ്യതകൾ ഉള്ള മേഖലയായി പരിഗണിക്കപ്പെട്ടവയാണ്. കടലിനടിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ എണ്ണയോ പ്രകൃതിവാതകമോ ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് പ്രധാനമായും ഈ സർവേകൾ നടത്തുന്നത്. ഇതിനായി പ്രത്യേക പരിചയസമ്പന്നരായ സർവേ കമ്പനികളെ സർക്കാർ നിയോഗിക്കും. സമുദ്രത്തിനടിയിൽ വിവരങ്ങൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കണ്ടെത്തലുകൾക്ക് വഴി തുറക്കാനാണ് ലക്ഷ്യം. രാജ്യത്തിനുള്ളിൽ കൂടുതൽ എണ്ണയും വാതകവും കണ്ടെത്താനായാൽ ഇറക്കുമതി കുറയ്ക്കാൻ സാധിക്കും. അതിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കും. കൂടാതെ രാജ്യത്തിന്റെ വിദേശ നാണയ ചെലവും കുറയാൻ എന്ന സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും ഏറെ പ്രധാനമാണ്. ലോകത്ത് അപ്രതീക്ഷിത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എണ്ണവില ഉയരുകയും വിതരണം തടസ്സപ്പെടുകയും ചെയ്യാം. അത്തരത്തിൽ സ്വന്തം രാജ്യത്ത് തന്നെ മതിയായ ഉൽപാദനമുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ കഴിയും. അതേസമയം പുതിയ പരിവേക്ഷണ പ്രവർത്തനങ്ങൾ വലിയ നിക്ഷേപവും സമയവും ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. എല്ലാ സർവേകളും വിജയകരമാകണമെന്നില്ല. പലപ്പോഴും വർഷങ്ങളോളം പഠനം നടത്തിയ ശേഷമേ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാവുന്ന ശേഖരങ്ങൾ കണ്ടെത്താനാകൂ. എന്നിരുന്നാലും ഭാവിയെ മുന്നിൽ കണ്ട് ഇപ്പോൾ തന്നെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ പഠനങ്ങളിലൂടെ രാജ്യത്ത് ഇതുവരെ കണ്ടെത്താത്ത വലിയ എണ്ണവാതക ശേഖരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയ്ക്ക് വലിയ മാറ്റമാകും. ഭാവിയിൽ കൂടുതൽ പരിവേക്ഷണ പ്രവർത്തനങ്ങൾക്ക് വഴിതെളിക്കാനും ഇത് സഹായിക്കും. ഇതിനൊക്കെയായി ഭൂമിക്കടിയിലെ വിഭവങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണ ഉണ്ടാകുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പഴയ വിവരങ്ങളെ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീണ്ടും പരിശോധിക്കുന്ന ഈ നീക്കം രാജ്യത്തിന്റെ ഊർജ്ജ ഭാവിക്ക് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.